നമസ്കാരം സുഹൃത്തുക്കളെ, പാർട്ട് 3-ൽ അനുച്ഛേദം 12 മുതൽ 35 വരെ പറഞ്ഞിട്ടുള്ള മൗലിക അവകാശങ്ങളെ പറ്റിയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. നമുക്കറിയാം, തുടക്കത്തിൽ 7 മൗലിക അവകാശങ്ങളുണ്ടായിരുന്നു. ഇപ്പം നമുക്ക് കാണാൻ സാധിക്കുന്നത് 6 മൗലിക അവകാശങ്ങളാണ്. അറിഞ്ഞിരിക്കുക, തുടക്കത്തിൽ എത്ര മൗലിക അവകാശങ്ങളുണ്ടെന്ന് ചോദിച്ചാൽ 7 മൗലിക അവകാശങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ 6 മൗലിക അവകാശങ്ങളാണ് കാണാൻ സാധിക്കുന്നത്. 6 മൗലിക അവകാശങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ സമത്വത്തിനുള്ള അവകാശം അല്ലേ, ഒന്ന്. രണ്ടാമത് പറയുകയാണെങ്കിൽ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. ഓക്കെ, ഒന്ന് സമത്വത്തിനുള്ള അവകാശം, 2 സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. ഓക്കെ, 3 പറയുകയാണെങ്കിൽ ചൂഷണത്തിനെതിരായുള്ള അവകാശം. ഓക്കെ, സമത്വത്തിനുള്ള അവകാശം, പിന്നെ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ചൂഷണത്തിന് എതിരായുള്ള അവകാശം. ഓക്കെ അല്ലോ. പിന്നെ ഓർത്തിരിക്കുക, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. ഓക്കെ, 4-മതായി പറയുന്നത് എന്താണ്? മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. ഓക്കെ അല്ലോ. മറ്റൊന്ന് പറയുകയാണെങ്കിൽ, 5-മത് പറയുകയാണെങ്കിൽ സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായുള്ള അവകാശം. ഓക്കെ, സാംസ്കാരികവും വിദ്യാഭ്യാസപരമായുള്ള അവകാശമാണ് 5-മതായി പറയുന്ന മൗലിക അവകാശം. ഓക്കെ അല്ലോ. 6-മത്തെ മൗലിക അവകാശമാണ് ഭരണഘടനാപരമായ രീതിയിൽ പ്രതിവിധി കാണാനുള്ള അവകാശം. ഓക്കെ, ഈ പറഞ്ഞതാണ് 6 മൗലിക അവകാശങ്ങൾ. മൗലിക അവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത് നമുക്കറിയാം സർദാർ വല്ലഭായ് പട്ടേലാണ്. മൗലിക അവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്ന ആരാണ്? സർദാർ വല്ലഭായ് പട്ടേലാണ്. ഓക്കെ, പിന്നെ അറിഞ്ഞിരിക്കുക, മൗലിക അവകാശങ്ങൾ കടമെടുത്തിരിക്കുന്നത് ഏത് രാജ്യത്തു നിന്നാണെന്ന് ചോദിച്ചാൽ അത് USA-യിൽ നിന്നാണ്. USA-യിൽ അറിഞ്ഞിരിക്കുക, USA-യിലെ ബിൽ ഓഫ് റൈറ്റ്സിൽ നിന്നാണ്. ഓർത്തിരിക്കുക, USA-യിലെ ബിൽ ഓഫ് റൈറ്റ്സിൽ നിന്നാണ് ഈ പറഞ്ഞ മൗലിക അവകാശങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിലേക്ക് കടമെടുത്തിരിക്കുന്നത് അറിഞ്ഞിരിക്കുക. ഓക്കെ ആണല്ലോ. ഇനി മൗലിക അവകാശങ്ങളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് കോടതിയാണ്. നമുക്ക് എടുത്തു പറയുകയാണെങ്കിൽ സുപ്രീം കോടതിയാണ്. ഓക്കെ, അപ്പം ഗാർഡിയൻ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ അത് സുപ്രീം കോടതിയാണ്. മൗലിക അവകാശങ്ങളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് സുപ്രീം കോടതിയാണ്. അറിഞ്ഞിരിക്കുക, മൗലിക അവകാശങ്ങളുടെ അടിത്തറ എന്നറിയപ്പെടുന്നത് അനുച്ഛേദം 21. മൗലിക അവകാശങ്ങളുടെ അടിത്തറ എന്നറിയപ്പെടുന്നത് അനുച്ഛേദം 21. കാരണം എന്താണ്? ജീവിക്കാനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ് അനുച്ഛേദം 21-ൽ പറയുന്നത്. ഓക്കെ, ജീവിക്കാനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ് അനുച്ഛേദം 21-ൽ പറയുന്നത്. അതുകൊണ്ട് മൗലിക അവകാശങ്ങളുടെ അടിത്തറ എന്നറിയപ്പെടുന്ന അനുച്ഛേദം എന്ന് വെച്ചാൽ അനുച്ഛേദം 21. വളരെ പ്രധാനപ്പെട്ട അനുച്ഛേദമാണ് ഇത്, അനുച്ഛേദം 21. അറിഞ്ഞിരിക്കുക. ഓക്കെ, മൗലിക അവകാശം 2 പേരിൽ അറിയപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ 2 വിശേഷണമുണ്ട്. ഇന്ത്യയുടെ മാഗ്നാ കാർട്ട, ഇന്ത്യയുടെ മാഗ്നാ കാർട്ട ഭരണഘടനയുടെ ആണിക്കല്ല്. ഇന്ത്യയുടെ മാഗ്നാ കാർട്ട ഭരണഘടനയുടെ ആണിക്കല്ല് എന്നിങ്ങനെ വിശേഷിപ്പിക്കപ്പെട്ടിട്ടുള്ള ഭരണഘടനയുടെ ഭാഗമാണേത്? പാർട്ട് 3 ഏത്? മൗലിക അവകാശങ്ങൾ. ഓക്കെ, എങ്ങനെയൊക്കെയുണ്ട്? ഇന്ത്യയുടെ മാഗ്നാ കാർട്ട ഭരണഘടനയുടെ ആണിക്കല്ല് എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു. അറിഞ്ഞിരിക്കുക. ഓക്കെ, ഈ പേരുകളിൽ വിശേഷിപ്പിക്കപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഈ പേരുകളിൽ ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങൾ അറിയപ്പെട്ടിരിക്കുന്നു എന്ന് അറിഞ്ഞിരിക്കുക. മൗലിക അവകാശങ്ങൾ നമുക്കറിയാം, തുടക്കത്തിൽ 7 മൗലിക അവകാശങ്ങൾ ഉണ്ടായിരുന്നു ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുമ്പോൾ. പിന്നീട് 1978-ലെ ഓർത്തിരിക്കുക, 1978-ലെ 44-ാം ഭേദഗതി, 44th Amendment of 1978, 1978-ലെ 44-ാം ഭേദഗതിയിലൂടെ ഒരു മൗലിക അവകാശം എടുത്തു മാറ്റി. ഓക്കെ അല്ലോ, ഒരു മൗലിക അവകാശം എടുത്തു മാറ്റി. അതുകൊണ്ട് ഇപ്പം നമുക്കുള്ളത് എത്ര മൗലിക അവകാശം എന്ന് ചോദിച്ചാൽ 6 മൗലിക അവകാശങ്ങൾ മാത്രമാണ്. ഓക്കെ അല്ലോ. ഓക്കെ, ആ എടുത്തു മാറ്റിയ മൗലിക അവകാശം ഏതെന്ന് ചോദിച്ചാൽ സ്വത്തവകാശമാണ്. അറിഞ്ഞിരിക്കുക, ഏതാണ്? സ്വത്തവകാശമാണ് എടുത്തു മാറ്റിയത്. അന്ന് ഇന്ത്യയിൽ ഏത് ഗവൺമെന്റ് ആണ് ഭരിച്ചിരുന്നത്, അല്ലെങ്കിൽ അന്നത്തെ പ്രൈം മിനിസ്റ്റർ? ഓക്കെ, പ്രൈം മിനിസ്റ്റർ ആരെന്ന് ചോദിച്ചാൽ അത് മൊറാർജി ദേശായി ആണ്. ആരാണ്? മൊറാർജി ദേശായിയാണ്. ഓക്കെ, സ്വത്തവകാശം എന്ന മൗലിക അവകാശമാണ് എടുത്തു മാറ്റിയത്. ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് അനുച്ഛേദം ആർട്ടിക്കിൾ 300A ഒരു ലീഗൽ റൈറ്റ് ആയിട്ടാണ് ഈ പറഞ്ഞ സ്വത്തവകാശം ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പോൾ സ്വത്തവകാശം എടുത്തു മാറ്റിയ ഭേദഗതി ഏതെന്ന് ചോദിച്ചാലും 1978-ലെ 44-ാം ഭേദഗതി. അന്ന് ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ ആയിരുന്നു ആര്? മൊറാർജി ദേശായി. അറിഞ്ഞിരിക്കുക. സോ ഇപ്പോൾ എത്ര മൗലിക അവകാശം ഉണ്ടെന്ന് ചോദിച്ചാൽ 6 ആണ്. തുടക്കത്തിൽ എത്രയുണ്ടെന്ന് ചോദിച്ചാൽ എത്രയാണ്? 7 മൗലിക അവകാശങ്ങൾ തുടക്കത്തിൽ ഉണ്ടായിരുന്നു എന്നും അറിഞ്ഞിരിക്കുക. മൗലിക അവകാശങ്ങളിൽ അനുച്ഛേദം 14 മുതൽ 18 വരെ കാണാൻ സാധിക്കുന്നത് സമത്വത്തിനുള്ള അവകാശമാണ്. അറിഞ്ഞിരിക്കുക, 14 മുതൽ 18 വരെ കാണാൻ സാധിക്കുന്നത് സമത്വത്തിനുള്ള അവകാശമാണ്. ഓക്കെ, അതിൽ എടുത്തു പറയേണ്ടത് അനുച്ഛേദം 14. തുടക്കത്തിൽ തന്നെ പറയാം, അനുച്ഛേദം 14 പറയുന്നത് എന്താണ്? നിയമത്തിന് മുമ്പിൽ എല്ലാവരും സമന്മാരാണെന്ന് പറയുന്ന അനുച്ഛേദമാണ് അനുച്ഛേദം 14, ആർട്ടിക്കിൾ 14. ഓക്കെ, നിയമത്തിന് മുമ്പിൽ എല്ലാവരും സമന്മാരാണെന്ന് പറയുന്നു, ഇക്വാളിറ്റി ബിഫോർ ലോ. ഓക്കെ, അപ്പോൾ അനുച്ഛേദം 14 മുതൽ 18 വരെ പറയുന്നതാണ് ഓക്കെ സമത്വത്തിനുള്ള അവകാശമാണെന്ന് അറിഞ്ഞിരിക്കുക. 14-ാമത്തെ അനുച്ഛേദം പറഞ്ഞു നിയമത്തിന് മുമ്പിൽ എല്ലാവരും സമന്മാരാണ്. ഓക്കെ, തൊട്ടടുത്ത അനുച്ഛേദം 15 പറയുകയാണെങ്കിൽ മതം,
ജാതി, വർണ്ണം, ജന്മദേശം. ഓക്കെ, മതം, ജാതി, വർണ്ണം, ജന്മദേശം എന്നീ കാര്യങ്ങളിൽ വിവേചനം പാടില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, എന്ന് വെച്ചാൽ എല്ലാവരും ഇന്ത്യൻ പൗരനാണ്, എല്ലാവരും ഒരുപോലെയാണ്. ഓക്കെ, അപ്പോൾ അറിഞ്ഞിരിക്കുക, മതം, ജാതി, വർണ്ണം, ജന്മദേശം ഇവിടെ കാര്യത്തിൽ വിവേചനം പാടില്ല എന്ന് പറയുന്ന അനുച്ഛേദമാണ് അനുച്ഛേദം 15. അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവരും ഒരേപോലെ, ഇന്ത്യൻ പൗരന്മാരെല്ലാവരും ഇന്ത്യൻ ഭരണഘടനയ്ക്ക് മുമ്പിൽ ഒരുപോലെയാണ്. അപ്പോൾ അനുച്ഛേദം 16, ആർട്ടിക്കിൾ 16 അല്ലെ, PSC പഠിക്കുന്ന നമ്മളൊക്കെ എടുത്തു പഠിക്കേണ്ട അനുച്ഛേദമാണ് അനുച്ഛേദം 16. ഓക്കെ, അവസര സമത്വം, അവസര സമത്വം, പൊതു നിയമങ്ങളിലെ അവസര സമത്വം. ഓക്കെ, PSC എഴുതി എക്സാം എഴുതി ജോലി കിട്ടുന്നതും ഈ പറഞ്ഞ പൊതു നിയമത്തിലെ അവസര സമത്വമാണ്. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു അനുച്ഛേദമാണ് അനുച്ഛേദം 17 എന്ന് പറഞ്ഞാൽ PSC ആവർത്തിച്ച് ചോദിച്ച അനുച്ഛേദമാണ് അനുച്ഛേദം 17. പറഞ്ഞു കഴിഞ്ഞാൽ ഐത്ത നിർമ്മാർജ്ജനം, തൊട്ടുകൂടായ്മ അല്ലെ, പണ്ടൊക്കെ ഉണ്ടായിരുന്ന തൊട്ടുകൂടായ്മ, ആ ഐത്ത നിർമ്മാർജ്ജനത്തെ പറ്റി പറയുന്ന അനുച്ഛേദമാണേത് അനുച്ഛേദം 17 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ 16 പൊതു നിയമങ്ങളിലെ അവസര സമത്വമാണെങ്കിൽ 17 പറയുന്നത് എന്താണ്? ഐത്ത നിർമ്മാർജ്ജനമാണ് ഈ പറഞ്ഞ ആർട്ടിക്കിൾ അനുച്ഛേദം 17 പറയുന്നത്. അറിഞ്ഞിരിക്കുക. ഓക്കെ ആണല്ലോ. ഇനി വളരെ പ്രധാനപ്പെട്ട മറ്റൊരു അനുച്ഛേദമാണ് അനുച്ഛേദം 18. ഓക്കെ, പദവിനാമങ്ങൾ നിർത്തലാക്കുന്ന അനുച്ഛേദമാണിത് അനുച്ഛേദം 18. പദവിനാമങ്ങൾ, അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഓക്കെ, അക്കാദമിക്, മിലിറ്ററി പദവികൾ എന്ന് വെച്ചാൽ നമുക്കറിയാം, നമുക്ക് പഠിച്ച് ഒരു പദവി ഉണ്ടാക്കിയെടുക്കുന്നു അല്ലേ, ആ ഒരു പദവി ഉണ്ടാക്കിയെടുക്കുന്നു, അതും ഒപ്പം തന്നെ മിലിറ്ററി. ഓക്കെ, അത് അവരുടെ കഴിവുകൊണ്ട്, പട്ടാളക്കാരുടെ കഴിവുകൊണ്ട് നേടിയിരിക്കുന്ന പദവിയാണ് മിലിറ്ററി പദവി എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഈ അക്കാദമിക്കും മിലിറ്ററിയും പദവി ഒഴികെ മറ്റു പദവികൾ, ഉദാഹരണം പറയുകയാണെങ്കിൽ പണ്ട് ബ്രിട്ടീഷുകാർ അന്നത്തെ നാട്ടുരാജാക്കന്മാർക്കും ജന്മിമാർക്കും പദവികൾ കൊടുത്തിരുന്നു. ഓക്കെ, ആ പദവികൾ അന്നുണ്ടായിരുന്നവർ അതെന്താ ദുരുപയോഗം ചെയ്തു. അതിനാലാണ് ഇത്തരത്തിലുള്ള ആർട്ടിക്കിൾ നമ്മുടെ മൗലിക അവകാശങ്ങളിൽ കൂട്ടിച്ചേർത്തിരിക്കുന്നത്. അറിഞ്ഞിരിക്കുക. അപ്പോൾ പണ്ട് കൊടുത്തിരുന്ന പദവികളൊക്കെ നിർത്തലാക്കി കൊണ്ടുവന്ന അനുച്ഛേദമാണ് അനുച്ഛേദം 18. ഓക്കെ ആണോ. അപ്പോൾ 16 അവസര സമത്വം, 17 ഐത്ത നിർമ്മാർജ്ജനം, 18 പറയുകയാണെങ്കിൽ പദവികൾ നിർത്തലാക്കൽ. എടുത്തു പഠിച്ചു വെക്കുക, അക്കാദമിക്, മിലിറ്ററി പദവികൾ നിർത്തലാക്കില്ല ഈ അനുച്ഛേദ പ്രകാരം. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ് അനുച്ഛേദം 19 മുതൽ 22 വരെ പറയുന്നത്. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. ഓക്കെ, ഒരു മനുഷ്യന് ഏറ്റവും ആവശ്യമുള്ള കാര്യമാണിത്, സ്വാതന്ത്ര്യം. ഓക്കെ, ആ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ് അനുച്ഛേദം 19 മുതൽ 22 വരെ പറയുന്നത്. അതിലെടുത്ത് പഠിക്കേണ്ട ഒരു അനുച്ഛേദമാണ് അനുച്ഛേദം 19(1). ഇങ്ങനെ തന്നെയാണ് PSC ചോദിക്കുന്നത്, 19(1). ഓക്കെ അല്ലോ. ഈ അനുച്ഛേദം 19(1) 6 സ്വാതന്ത്ര്യങ്ങളെ പറ്റി പറയുന്നുണ്ട്. 6 സ്വാതന്ത്ര്യങ്ങളെ പറ്റി ഈ അനുച്ഛേദം 19(1) പറയുന്നുണ്ട്. അതിലെ ഒന്നാമത്തെ സ്വാതന്ത്ര്യമാണിത്, അഭിപ്രായ സ്വാതന്ത്ര്യം. ഒന്നാമത്തെ സ്വാതന്ത്ര്യമാണിത്, അഭിപ്രായ സ്വാതന്ത്ര്യം. ഓക്കെ, ഇവിടെ PSC ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് അല്ലെ, എന്താണ് പത്ര സ്വാതന്ത്ര്യം ഏത് അനുച്ഛേദത്തിൽ പെടുന്നു എന്ന് ചോദിക്കാറുണ്ട്. ഓക്കെ, ഫ്രീഡം ഓഫ് പ്രസ് അല്ലെ, പ്രസ്. ഓക്കെ, പത്ര സ്വാതന്ത്ര്യം ഏത് അനുച്ഛേദത്തിൽ പെടുന്നു എന്ന് ചോദിക്കാറുണ്ട്. അറിഞ്ഞിരിക്കുക, ആർട്ടിക്കിൾ 19(1) അഭിപ്രായ സ്വാതന്ത്ര്യത്തിൽ പെടുന്നതാണ് ഇത്, ഈ ഫ്രീഡം ഓഫ് പ്രസ് എന്ന് പറഞ്ഞാൽ. അറിഞ്ഞിരിക്കുക. അപ്പോൾ ഒന്നാമത്തെ സ്വാതന്ത്ര്യം അഭിപ്രായ സ്വാതന്ത്ര്യമാണ്. ഓക്കെ ആണല്ലോ അല്ലെ. ആയുധങ്ങളില്ലാതെ സമാധാനപരമായി സമ്മേളിക്കാനുള്ള സ്വാതന്ത്ര്യമാണ് രണ്ടാമത്തെ സ്വാതന്ത്ര്യം. ഒന്ന് ഓർത്തിരിക്കുക, അഭിപ്രായ സ്വാതന്ത്ര്യം. അപ്പോൾ രണ്ടാമത്തെ പെട്ടെന്ന് പഠിച്ചു വെക്കാം, എങ്ങനെ സമാധാനപരമായ രീതിയിൽ സമ്മേളിക്കാനുള്ള സ്വാതന്ത്ര്യം, ആയുധങ്ങളില്ലാതെ. ഓക്കെ, അപ്പോൾ അനുച്ഛേദം 19(1) മൂന്നാമത്തെ സ്വാതന്ത്ര്യം പറയുകയാണെങ്കിൽ എന്താണ്? ഓക്കെ, സംഘടന രൂപീകരിക്കാനുള്ള സ്വാതന്ത്ര്യം അല്ലെ, സംഘടന രൂപീകരിക്കാനുള്ള സ്വാതന്ത്ര്യം. ഇന്ത്യയിൽ നമുക്ക് സംഘടനകൾ അല്ലെ, ഒരു ഗ്രൂപ്പിന് ഒരു സംഘടന രൂപീകരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ 3 സ്വാതന്ത്ര്യമായി, അഭിപ്രായ സ്വാതന്ത്ര്യം, സമാധാനപരമായ രീതിയിൽ സമ്മേളിക്കാനുള്ള സ്വാതന്ത്ര്യം, ഒപ്പം തന്നെ പറഞ്ഞു എന്ത്? ഓക്കെ, ഓർത്തിരിക്കുക, സംഘടന രൂപീകരിക്കാനുള്ള സ്വാതന്ത്ര്യം. അറിഞ്ഞിരിക്കുക. അനുച്ഛേദം 19(1) പറയുന്ന മറ്റൊരു സ്വാതന്ത്ര്യമാണ് എന്ത്? സഞ്ചാര സ്വാതന്ത്ര്യം. സഞ്ചാര സ്വാതന്ത്ര്യം. ഓക്കെ, സഞ്ചാര സ്വാതന്ത്ര്യം എന്ന് വെച്ചാൽ ഇന്ത്യയിൽ എവിടെയും ഒരു പൗരന് സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യമാണ് അനുച്ഛേദം 19(1) പറയുന്നത്. അടുത്ത സ്വാതന്ത്ര്യം പറയുകയാണെങ്കിൽ ഇന്ത്യയിൽ എവിടെയും എന്താണ്? താമസിക്കാനുള്ള സ്വാതന്ത്ര്യം. ഇന്ത്യയിൽ എവിടെയും താമസിക്കാനുള്ള സ്വാതന്ത്ര്യം. ഓക്കെ ഉള്ള ഈ സ്വാതന്ത്ര്യത്തെ പറ്റി പറയുമ്പോൾ ഒരു കാര്യം ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. മുമ്പായിരുന്നെങ്കിൽ ജമ്മു ആൻഡ് കാശ്മീർ എന്ന സംസ്ഥാനത്ത് താമസിക്കാൻ സാധിക്കില്ലായിരുന്നു. ഇന്നത് സംസ്ഥാനമല്ല, ഇന്ന് 2 കേന്ദ്ര ഭരണ പ്രദേശങ്ങളാണ്. ഓക്കെ, അതുകൊണ്ട് ഇപ്പോൾ അത് പ്രശസ്തിയില്ലാത്ത കാര്യമാണ്. ഇന്ത്യയിൽ ഇപ്പോൾ എവിടെ വേണമെങ്കിലും ഒരു പൗരന് താമസിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട്. ഓക്കെ അല്ലോ. അവസാനമായി പറയുകയാണെങ്കിൽ 6ാമത്തെ സ്വാതന്ത്ര്യമാണ് ഇത്, മാന്യമായി തൊഴിൽ ചെയ്യുവാനുള്ള സ്വാതന്ത്ര്യം. ഓക്കെ, അപ്പോൾ ഒരു പൗരന് ഇന്ത്യയിൽ എവിടെയും തൊഴിൽ ചെയ്യാനുള്ള സ്വാതന്ത്ര്യമാണ്. ഓക്കെ, അവിടെ ഒരു കണ്ടീഷൻ ഉണ്ട്, മാന്യമായ തൊഴിൽ ചെയ്യുവാനുള്ള സ്വാതന്ത്ര്യം. ഓക്കെ ഉള്ള ഇന്ത്യൻ നിയമവ്യവസ്ഥയ്ക്ക് അനുയോജ്യമായ രീതിയിലുള്ള ഏതൊരു തൊഴിലും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കുന്നുണ്ട്. പറഞ്ഞിരിക്കുക 6 സ്വാതന്ത്ര്യങ്ങളുണ്ട്. അഭിപ്രായ സ്വാതന്ത്ര്യം, സമാധാനപരമായ രീതിയിൽ സമ്മേളിക്കാനുള്ള സ്വാതന്ത്ര്യം. ഓക്കെ, ഇന്ത്യയിൽ എവിടെയും സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം പറഞ്ഞു. ഓക്കെ അല്ല, എവിടെയും തൊഴിൽ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം പറഞ്ഞു. ഓക്കെ, പിന്നെ പറഞ്ഞ എന്താണ്? ഇന്ത്യയിൽ എവിടെയും താമസിക്കാനുള്ള സ്വാതന്ത്ര്യം.
പിന്നെ എന്താ പറയുക, സംഘടന രൂപീകരിക്കാനുള്ള സ്വാതന്ത്ര്യം, ഓക്കെയുള്ള ഈ 6 സ്വാതന്ത്ര്യങ്ങളും കൃത്യമായിട്ട് പഠിച്ചിരിക്കേണ്ടതുണ്ട്. അനുച്ഛേദം 20ലേക്ക് പോവുകയാണെങ്കിൽ അനുച്ഛേദം 20 പറയുന്നത് കുറ്റങ്ങൾക്കുള്ള ശിക്ഷയെ സംബന്ധിക്കുന്ന സംരക്ഷണമാണ്. ഓക്കെ, കുറ്റങ്ങൾക്കുള്ള ശിക്ഷയെ സംബന്ധിക്കുന്ന സംരക്ഷണമാണ് അനുച്ഛേദം 20ൽ പറയുന്നതെങ്കിൽ 21 അനുച്ഛേദം 21ൽ പറയുന്നത് ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശമാണ്. ഓക്കെ, വളരെ പ്രധാനപ്പെട്ട അനുച്ഛേദമാണ് അനുച്ഛേദം 21 എന്ന് പറയുന്നത്. ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശമാണ് അനുച്ഛേദം 21 പറയുന്നത്. ഓക്കെ, പിന്നെ കാര്യം അറിഞ്ഞിരിക്കുക, അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ രാഷ്ട്രപതിക്ക് റദ്ദ് ചെയ്യാൻ സാധിക്കാത്ത 2 അനുച്ഛേദങ്ങളാണിത്. അനുച്ഛേദം 20ഉം 21ഉം അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പോൾ എമർജൻസി പീരീഡിൽ അല്ലെങ്കിൽ അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ റദ്ദ് ചെയ്യാൻ സാധിക്കാത്ത 2 അനുച്ഛേദങ്ങളാണ് അനുച്ഛേദം 20ഉം 21ഉം. ഓക്കെ, ഇത് പറഞ്ഞപ്പോൾ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന 3 കാരണങ്ങൾ കൊണ്ടാണെന്ന് നമുക്കറിയാം. അതിൽ ഓക്കെ, ആംഡ് റിബല്യൻ എന്ന കാരണവശാലാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നതെങ്കിൽ അനുച്ഛേദം 19 റദ്ദ് ചെയ്യാൻ സാധിക്കില്ല എന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, 3 കാരണങ്ങളുണ്ട്. അതിൽ ഓക്കെ, ആംഡ് റെബലിയൻ എന്ന കാരണത്താലാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നതെങ്കിൽ അനുച്ഛേദം 19 റദ്ദ് ചെയ്യാൻ സാധിക്കില്ല. ഇനി ഏത് കാരണവശാലും ഈ പറഞ്ഞ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചാലും അനുച്ഛേദം 20ഉം 21ഉം റദ്ദ് ചെയ്യാൻ സാധിക്കില്ല എന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ അല്ലോ. അടുത്ത അനുച്ഛേദത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അനുച്ഛേദം 21A. ഓക്കെ, 21A 21A. ഓക്കെ, അത് വിദ്യാഭ്യാസത്തിനുള്ള അവകാശമാണ്. വിദ്യാഭ്യാസത്തിനുള്ള അവകാശമാണ് അനുച്ഛേദം 21A എന്ന് പറയുന്നത്. ഓക്കെ ഓക്കെ എന്താണ് വിദ്യാഭ്യാസമുള്ള അവകാശം എന്ന് പറയുമ്പോൾ 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെ കുട്ടികൾക്ക് ഓക്കെ നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തണമെന്ന് പറയുന്ന അനുച്ഛേദമാണ് അനുച്ഛേദം 21A എന്ന് പറയുന്നത്. ഓക്കെ, വളരെ പ്രധാനപ്പെട്ട അനുച്ഛേദമാണ് അനുച്ഛേദം 21A. എന്താണ് അനുച്ഛേദം? 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും ഓക്കെ സൗജന്യവുമായ വിദ്യാഭ്യാസം ഉറപ്പ് വരുത്തണമെന്ന് പറയുന്ന അനുച്ഛേദമാണ് അനുച്ഛേദം 21A എന്ന് പറയുന്നത്. ഓക്കെ, അനുച്ഛേദം 22 പറയുകയാണെങ്കിൽ അറസ്റ്റിനും തടങ്കലിൽ വെക്കുന്നതിനുമെതിരെയായുള്ള സംരക്ഷണത്തെ പറ്റി പറയുന്ന അനുച്ഛേദമാണ് അനുച്ഛേദം 22 എന്ന് പറയുന്നത്. ഓക്കെ, അറസ്റ്റിനും തടങ്കലിൽ വെക്കുന്നതിനുമെതിരെയുള്ള സംരക്ഷണമാണ്. ഓക്കെ, നമുക്കറിയാം ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്തതിന് ശേഷം 24 മണിക്കൂറിനകം എന്ത് ചെയ്യണം? ഒരു മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കണം. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള കുറേ കാര്യങ്ങൾ പറഞ്ഞു പോകുന്ന അനുച്ഛേദമാണ് ഇത് അനുച്ഛേദം 22 എന്ന് പറയുന്നത്. ഓക്കെ അല്ലോ. അപ്പോൾ ഇത്രയും അനുച്ഛേദങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. അനുച്ഛേദം 23ലും 24ലും പറയുന്നത് അനുച്ഛേദം 23ലും 24ലും പറയുന്നത് ചൂഷണത്തിനെതിരെയായുള്ള അവകാശമാണ്. അറിഞ്ഞിരിക്കുക, ചൂഷണത്തിനെതിരെയായുള്ള അവകാശമാണ് അനുച്ഛേദം 23ലും 24ലും പറയുന്നത്. അറിഞ്ഞിരിക്കുക. അതിൽ അനുച്ഛേദം 23ൽ പറയുകയാണെങ്കിൽ മനുഷ്യനെ വിൽപ്പനച്ചരക്കാക്കുക, അടിമയാക്കുക, ഓക്കെ നിർബന്ധിതമായി തൊഴിൽ ചെയ്യിക്കുക. ഓക്കെ, മനുഷ്യനെ വിൽപ്പനച്ചരക്കാക്കുക, അടിമയായിട്ട് വെച്ച് തൊഴിൽ ചെയ്യിക്കുക, അല്ലെങ്കിൽ നിർബന്ധിതമായി തൊഴിൽ ചെയ്യിക്കുക. ഓക്കെ, ഹ്യൂമൻ ട്രാഫിക് അല്ലെ, നിർബന്ധിതമായി തൊഴിൽ ചെയ്യിക്കുക. ഇതൊക്കെ എതിർത്തുകൊണ്ട് അല്ലെങ്കിൽ ഇതിനെയൊക്കെ നിർത്തലാക്കിക്കൊണ്ട് വന്നിരിക്കുന്ന അനുച്ഛേദമാണ് ഇത് അനുച്ഛേദം 23 എന്ന് പറയുന്നത്. ഇതൊക്കെ ചൂഷണമാണ്. അപ്പോൾ ആ ചൂഷണത്തിനെതിരെയുള്ള അനുച്ഛേദം തന്നെയാണ് ഇത് അനുച്ഛേദം 23. അങ്ങനെയാണെങ്കിൽ അനുച്ഛേദം 24ൽ പറയുന്നത് ബാലവേല നിരോധനമാണ് അനുച്ഛേദം 24ൽ പറയുന്നത്. കൃത്യമായി പറഞ്ഞാൽ 14 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ കൃത്യമായി പറയുകയാണെങ്കിൽ ഫാക്ടറി അല്ലേ, പിന്നെ ഖനി ഖനനം ചെയ്യുന്ന സ്ഥലങ്ങൾ, ഇത്തരത്തിലുള്ള കട്ടിയായിട്ടുള്ള ജോലികൾ ചെയ്യുന്ന സ്ഥലത്ത് ജോലി ചെയ്യിക്കരുത് എന്ന് പറയുന്ന അനുച്ഛേദമാണ് അനുച്ഛേദം 24. ഓക്കെ, നമുക്ക് പറയാം പുതിയ നിയമപ്രകാരം അത്യാവശ്യം ചില സ്ഥലങ്ങളിൽ 14 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ജോലി ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ കട്ടിയുള്ള ജോലികൾ ചെയ്യാൻ നിർബന്ധിക്കരുത്. അതിനെ എതിർക്കുന്ന അനുച്ഛേദമാണ് അനുച്ഛേദം 24 എന്ന് അറിഞ്ഞിരിക്കുക. അനുച്ഛേദം 25 മുതൽ 28 വരെ പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയാം. അനുച്ഛേദം 25 മുതൽ 28 വരെ പറയുന്നത് മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ് അല്ലേ. അപ്പം PSC ഡയറക്റ്റാണ് ഈ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അനുച്ഛേദം 25 മുതൽ 28 വരെ എന്തിനെ പറ്റി പറയുന്നത്? അങ്ങനെ തന്നെ PSC 2-3 തവണ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ ഒരു വ്യക്തിക്ക് ഏതൊരു മതത്തിലും വിശ്വസിക്കാൻ സാധിക്കും അല്ലേ. ഇന്ത്യയിൽ ഒരു വ്യക്തിയെ ഒരു മതം അടിച്ചേൽപ്പിക്കുന്നില്ല, ഏതൊരു മതത്തിലും വിശ്വസിക്കാൻ സാധിക്കും, അവരുടെ മതാനുഷ്ഠാനങ്ങൾ ചെയ്യാൻ സാധിക്കും. ഓക്കെ അല്ലോ. അപ്പോൾ ഇതിനെപ്പറ്റി പറയുന്ന ഈ അവകാശങ്ങളെ പറ്റി പറയുന്ന അനുച്ഛേദമാണ് 25 മുതൽ 28 വരെ. അപ്പോൾ അടുത്തായി നമ്മൾ പഠിക്കാൻ പോകുന്നത് സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശങ്ങളെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത്. എടുത്തു പറയുന്ന അനുച്ഛേദം 29 പലതവണ PSC ചോദിച്ച അനുച്ഛേദമാണ് അനുച്ഛേദം 29. പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അവകാശം എന്ന് ചോദിച്ചാൽ ഓക്കെ ന്യൂനപക്ഷ താല്പര്യങ്ങൾ ഉറപ്പുവരുത്തുന്ന വകുപ്പാണ് അനുച്ഛേദം 29. ഓക്കെ, ന്യൂനപക്ഷ താല്പര്യങ്ങൾ, ഓക്കെ ന്യൂനപക്ഷങ്ങളുടെ ഭാഷ അല്ലേ, ഭാഷ പിന്നെന്താണ് അവരുടെ സംസ്കാരങ്ങൾ, ആചാരങ്ങൾ, ഓക്കെ അതിനെയൊക്കെ സംരക്ഷിക്കുന്ന വകുപ്പാണ് അനുച്ഛേദം 29
20 എന്ന് പറഞ്ഞാൽ ഓക്കെ അല്ലോ. ഓക്കെ, ഒരു കാരണവശാലും ന്യൂനപക്ഷങ്ങൾ ഇന്ത്യയിൽ അടിച്ചമർത്തപ്പെട്ടു പോകരുത് എന്ന് കണ്ടുകൊണ്ട് കൂട്ടിച്ചേർത്തിരിക്കുന്ന ഒരു അനുച്ഛേദമാണ് അനുച്ഛേദം 29. അനുച്ഛേദം 30 പറയുകയാണെങ്കിൽ ഇതുമായി ബന്ധപ്പെടുത്തി തന്നെ പറയാൻ സാധിക്കുന്ന അനുച്ഛേദമാണ് അനുച്ഛേദം 30 എന്ന് പറഞ്ഞാൽ ഓക്കെ അല്ലോ. ന്യൂനപക്ഷങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനം തുടങ്ങാനുള്ള അവകാശത്തെ പറ്റി പറയുന്ന അനുച്ഛേദമാണ് അനുച്ഛേദം 30 എന്ന് പറഞ്ഞാൽ ഓക്കെ. ന്യൂനപക്ഷങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കാനും അത് നടത്തിക്കൊണ്ടു പോകാനുമുള്ള അവകാശമാണ് അനുച്ഛേദം 30 പറയുന്നത്. നമുക്കറിയാം അനുച്ഛേദം 32 പറയുന്നത് ഭരണഘടനാപരമായ രീതിയിൽ പ്രതിവിധി കാണാനുള്ള അനുച്ഛേദമാണ് ഓക്കെ. നമ്മളത് ചുരുക്കി പറയാറുണ്ട് റിട്ടുകൾ. നമുക്കറിയാം ഓക്കെ, ആർട്ടിക്കിൾ 32 പ്രകാരം സുപ്രീം കോടതി റിട്ട് പുറപ്പെടുവിക്കാറുണ്ട്. ഒപ്പം തന്നെ അനുച്ഛേദം 226 പ്രകാരം ഹൈക്കോടതി റിട്ടുകൾ പുറപ്പെടുവിക്കാറുണ്ട് ഓക്കെ. അപ്പോൾ ഓർത്തിരിക്കുക, അനുച്ഛേദം 32 പ്രകാരം സുപ്രീം കോടതി റിട്ടുകൾ പുറപ്പെടുവിക്കാറുണ്ട്. ഒപ്പം തന്നെ അനുച്ഛേദം 226 പ്രകാരം ഹൈക്കോടതി റിട്ടുകൾ പുറപ്പെടുവിക്കാറുണ്ട് ഓക്കെ അല്ലോ. നമുക്കറിയാം 5 റിട്ടുകളാണ് ഉള്ളത്. 5 റിട്ടുകളാണ് സുപ്രീം കോടതി ഹൈക്കോടതിയൊക്കെ പുറപ്പെടുവിക്കുന്നത് ഓക്കെ. മൗലിക അവകാശങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടിയാണ് ഈ റിട്ടുകൾ കോടതി പുറപ്പെടുവിക്കുന്നത് ഓക്കെ അല്ലോ. റിട്ട് എന്ന് പറയുന്നത് ഒരു വലിയൊരു ടോപ്പിക്കാണ്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ റിട്ട് ബാക്കി നമുക്ക് പഠിക്കാം.